നമസ്കാരം. സ്പോർട് കിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാം സീസണിന് മുന്നോടിയായിട്ട് ഓരോ ടീമുകളുടെയും സ്ക്വാഡുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യമായി കഴിഞ്ഞ സീസണിലെ ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള മോഹൻ ബഗാനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുതിയ സീസണിൽ പുതിയ കോച്ചിന് കീഴിലാണ് അവർ അണിനിരക്കുന്നത്. 2016 ATK ചാമ്പ്യന്മാരാക്കിയ ജോസെ മൊളീനയാണ് ഈ സീസണിൽ മോഹൻ ബഗാനെ പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് ഈ സീസണിൽ മോഹൻ ബഗാന് വേണ്ടിയിട്ട് മത്സരിക്കുവാനായിട്ട് ഇറങ്ങുന്നത്. ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്വാഡിൽ അവർ പുതിയ അഡീഷൻസ്, മെയിൻലി അപ്പുയയുടെയും ജെയ്മി മെക്ലാരനെയും പോലുള്ള ക്വാളിറ്റി അഡീഷൻസ് അവർ നടത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഒരു കീ ഔട്ട് ഗോയിങ്ങും അവരുടെ സ്ക്വാഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അൻവർ അലി അവരുടെ ബദ്ധവൈരികളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്തത് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അവരുടെ ഡിഫൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അൻവർ അലിക്ക് പകരക്കാരനാകുവാനായിട്ട് സെൻട്രൽ ഡിഫൻസീവ് പൊസിഷനിലേക്ക് ഒരു ലൈക്ക് ടു ലൈക്ക് ഇന്ത്യൻ പ്ലെയറെ കാണുവാനായിട്ട് പ്രയാസമാണ്. പ്രസന്റ്ലി സുമിത് രാത്തി അതുപോലെ സുഭശിഷ് ബോസ് എന്നിവരുടെ പേരുകളാണ് അൻവർ അലിയെ റീപ്ലേസ് ചെയ്യുവാനായിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാലും അൻവർ അലി വെക്കേറ്റ് ചെയ്തു പോയ ആ പൊസിഷൻ ത്രൂ ഔട്ട് ദ സീസൺ കൺസിസ്റ്റന്റ്ലി ഫിൽ ചെയ്യുവാനായിട്ട് ഇവർക്ക് സാധിക്കുമോ എന്നത് ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും മറ്റെല്ലാ പൊസിഷനുകളിലും ഇവർക്ക് വളരെയധികം ക്വാളിറ്റിയും ഡെപ്തും ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ് കോച്ചിന്റെ മുമ്പിൽ ഉള്ളത്. ഇന്ത്യൻ പ്ലേയേഴ്സിന്റെയും അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സിന്റെയും ഒരു മിക്സ് തന്നെയാണ് അറ്റാക്കിംഗ് ഓപ്ഷൻസിൽ ഇവർക്കുള്ളത്. വളരെ മികച്ച ഒരു സ്ക്വാഡ് തന്നെ അറ്റാക്കിംഗ് സൈഡിൽ അണിനിരത്തുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ സ്ക്വാഡിനെ ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നത് ഇതിന്റെ ഡെപ്ത് തന്നെയാണ്. ഓരോ പൊസിഷനുകളിലും ഡിഫറെന്റ് ഓപ്ഷൻസ്, ഫോറിൻ പ്ലേയേഴ്സ് ആയാലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആയാലും വളരെയധികം ഓപ്ഷൻസ് കോച്ചിന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിലും ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിട്ട് തന്നെയാണ് മോഹൻ ബഗാന്റെ സ്ക്വാഡിനെ നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കും. മുംബൈ സിറ്റി FC കഴിഞ്ഞ വർഷത്തെ ISL കപ്പ് വിന്നേഴ്സ് ആണ് മുംബൈ സിറ്റി FC. പുതിയ സീസണിൽ പീറ്റർ ക്രാറ്റ്കിയുടെ കീഴിൽ കഴിഞ്ഞ വർഷത്തെ ഈ സക്സസിന്മേൽ ബിൽഡ് ചെയ്യുവാനായിട്ടായിരിക്കും മുംബൈ സിറ്റി FC ശ്രമിക്കുക. കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് പുതിയ സീസണിലേക്ക് വരുമ്പോൾ സ്ക്വാഡിലുണ്ടായ ഒരു മേജർ ചേഞ്ച് എന്ന് പറയാൻ സാധിക്കുന്നത് കീ പ്ലെയർ ആയിരുന്ന അപ്പൂയ മോഹൻ ബഗാനിലേക്ക് ട്രാൻസ്ഫർ ആയി പോയതാണ്. എന്നിരുന്നാലും അപ്പൂയയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് വളരെ മികച്ച ഒരു പ്ലെയർ FC ഗോവയുടെ ബ്രാൻഡൻ ഫെർണാണ്ടസിനെ ടീമിലെത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടാതെ ഹൈ പ്രൊഫൈൽ സൈനിങ് ആയിട്ടുള്ള ജോൺ ടൊറാൽ, അതുപോലെ തന്നെ ജംഷഡ്പൂർ FCക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച ജെർമി മൻസോറോ എന്നിവരുടെ അഡീഷൻസും സ്ക്വാഡിന്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയുവാനായിട്ട്. വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് മുംബൈ സിറ്റി FCക്ക് ഈ സീസണിലുള്ളത്. ഇന്ത്യൻ പ്ലേയേഴ്സിന്റെയും അതുപോലെ തന്നെ ഫോറിൻ പ്ലേയേഴ്സിന്റെ ഒരു ഗുഡ് മിക്സ് അവർക്കുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനുകളും ഫിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു ലൈനപ്പ് തന്നെയാണ് ഈ സീസണിലും അവർക്ക് ഉള്ളത്. ഈ സീസണിലും ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിട്ട് തന്നെയാണ് ഈ സ്ക്വാഡിനെ വിലയിരുത്തുവാനായിട്ട് സാധിക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ FC ഈ സീസണിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും അഗ്രസീവായിട്ടുള്ള ടീമായിരുന്നു ഈസ്റ്റ് ബംഗാൾ FC. നിരവധി താരങ്ങളെ അവർക്ക് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു. കീ അഡീഷൻസ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അവർ ടീമിലെത്തിച്ച ജീക്ഷൻ സിംഗ്, ദിമിത്രിയോസ് ഡയമന്റാക്കോസ്, അതുപോലെ തന്നെ മോഹൻ ബഗാനിൽ നിന്ന് ടീമിലേക്ക് അവരെത്തിച്ച അൻവർ അലി, ഹെക്ടർ യൂസ്തെ, അതുപോലെ തന്നെ പഞ്ചാബ് FCയിൽ നിന്നുള്ള മേദി തലാൽ എന്നിവരെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ സീസണിലേക്ക് വരുമ്പോൾ അവരുടെ സ്ക്വാഡിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അഡീഷൻസ് തന്നെയാണ്. കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് ഒരു ഹ്യൂജ് ഇൻക്രീസ് ഇൻ ക്വാളിറ്റി ആൻഡ് ഡെപ്ത് അവരുടെ ടീമിൽ ഉണ്ടായിട്ടുണ്ട്. അൻവർ അലിയുടെയും ജീക്ഷൻ സിംഗിന്റെ അഡീഷൻസ് അവരുടെ ഇന്ത്യൻ കണ്ടീജന്റിന്റെ ക്വാളിറ്റി വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫോറിൻ പ്ലേയേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ താരങ്ങൾക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. മികച്ച ഒരു സ്ക്വാഡിനെ ആണ് കാർലോസ് ഗുഡ്രാറ്റിന്റെ കീഴിൽ ഈസ്റ്റ് ബംഗാൾ ഈ തവണ അണിനിരത്തുന്നത്. ടൈറ്റിൽ കണ്ടന്റേഴ്സ് എന്ന് കാണുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഇത്രയധികം ചേഞ്ചസുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സെറ്റിൽ ആകുവാനായിട്ട് എത്രത്തോളം സമയം എടുക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നിരുന്നാലും ടോപ്പ് എൻഡിലേക്ക് ചാലഞ്ച് ചെയ്യുവാനായിട്ടുള്ള വളരെ ക്വാളിറ്റിയും ഡെപ്തും ഉള്ള ഒരു സ്ക്വാഡിനെ അണിനിരത്തുവാനായിട്ട് മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. വളരെ മികച്ച പ്രകടനങ്ങൾ തന്നെ ഈ സീസണിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിൽ പുതിയ കോച്ചിന് കീഴിൽ അണിനിരക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഒട്ടനവധി ക്രിറ്റിസിസങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേജർലി കീ പ്ലേയേഴ്സിന്റെ ഔട്ട് ഗോയിങ് ട്രാൻസ്ഫേഴ്സ് തന്നെയാണ് ഈ ക്രിറ്റിസിസങ്ങൾക്കെല്ലാം വഴിവെച്ചത്. പ്രോപ്പറായിട്ട് അവർക്കുള്ള റീപ്ലേസ്മെന്റിനെ ടൈംലി മാനറിൽ കണ്ടെത്തുന്നതിൽ മാനേജ്മെന്റിനുണ്ടായ വീഴ്ചകൾ തന്നെയാണ് ഫാൻസിനിടയിൽ ഈ ഒരു അൺട്രസ്റ്റ്
ക്രിയേറ്റ് ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സീസണിലെ പുതിയ ഫോറിൻ അഡീഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ നോവ സദോയി, അലക്സാണ്ടർ കോയ്, ഹെയ്സസ് ഹെമിനസ് തുടങ്ങിയവരാണ് പുതിയ സൈനിങ്സ് ആയിട്ട് ടീമിലേക്ക് വന്നത്. ഓൺ പേപ്പർ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഫോറിൻ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് പറയുവാനായിട്ട് സാധിക്കും. നോവ സദോയിയുടെ അഡീഷൻ തന്നെയാണ് അതിന്റെ പ്രധാനമായ ഒരു കാരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മറിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിലേക്ക് വരുമ്പോൾ ജീക്സൺ സിംഗിന്റെ അഭാവം വളരെ വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ സ്ക്വാഡിലുള്ള മറ്റ് ഇന്ത്യൻ താരങ്ങൾക്ക് അവസരങ്ങൾ നൽകി അവരെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു പ്ലാനാണ് KBFC ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു ബാഡ് ഓപ്ഷനായിട്ട് ഞാൻ കരുതുന്നില്ല. ഇത്തരത്തിൽ യങ് പ്ലേയേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ പുതിയ താരങ്ങൾ വളർന്നു വരികയുള്ളൂ. ജീക്സൺ സിംഗിനും ഇതുപോലുള്ള അവസരങ്ങൾ റിസ്ക് എടുത്ത് ടീം കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹവും വളർന്നു വന്നത്. ഇതൊരിക്കലും ഒരു ബാഡ് മൂവായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു അഡീഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് ഷഹീഫിന്റെയാണ്. പ്രീ സീസൺ മാച്ചുകളിലും അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പിലും എല്ലാം അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ വരവോടെ ഡിഫൻസിൽ കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ലെഫ്റ്റ് ബാക്കിൽ കറന്റ് മുഹമ്മദ് ഷഹീഫും അതുപോലെ തന്നെ നവോജോ സിംഗും ഉള്ളത് കൊണ്ട് തന്നെ റൈറ്റ് ബാക്കിലേക്ക് ഐബാൻ പോകുവാനായിട്ടാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ, സെൻട്രൽ ഡിഫൻസിലായാലും വിങ്ങുകളിലായാലും വളരെയധികം ഓപ്ഷനുകളും ബാക്കപ്പും ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ കീ 2 പ്ലേയേഴ്സായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നോവ സദോയും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയുമാണ്. പുതിയ കോച്ചിന്റെ കീഴിൽ അഡ്രിയാൻ ലൂണയുടെ റോൾ എന്തായിരിക്കും എന്നുള്ളത് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. സോ ഓൺ പേപ്പർ കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് പുതിയ സീസണിലെ സ്ക്വാഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഔട്ട് ഗോയിങ്സിന്റെയും ഇൻകമിങ്സിന്റെയും ക്വാളിറ്റിയിലുള്ള മാറ്റേഴ്സ് ഓഫ്സെറ്റ് ചെയ്ത് ഒരു സിമിലർ ടൈപ്പ് ഓഫ് സ്ക്വാഡ് തന്നെയാണ് ഈ സീസണിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്ക്വാഡിന്റെ ക്വാളിറ്റിയിലും ഡെപ്തിലും വളരെയധികം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നിരുന്നാലും മോശമല്ലാത്തൊരു സ്ക്വാഡിനെ തന്നെ അണിനിരത്തുവാനായിട്ട് ടീമിന് സാധിച്ചിട്ടുണ്ട്. ടോപ്പ് 6 പൊസിഷനുകളിലേക്ക് ചാലഞ്ച് ചെയ്യുവാനായിട്ട് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ അണിനിരത്തിയിട്ടുള്ളത്. ഈ സ്ക്വാഡ് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആകുമോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയിലുള്ള മറ്റ് ടീമുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ഫുട്ബോൾ റിലേറ്റഡ് കണ്ടന്റുകൾ കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.